ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 10 കിലോമീറ്ററോളം ദൂരത്ത് മാറിയിട്ട് പൂക്കാട്ടുപടിക്ക് അടുത്തായിട്ടാണ്. അപ്പൊ നമുക്ക് ഇൻഫോ പാർക്കിലേക്കൊക്കെ ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിലെത്താം. പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്കൊക്കെ ആണെങ്കിലും ഏകദേശം 1.5-2 കിലോമീറ്റർ ദൂരം വരുന്നുള്ളൂ. എയർപോർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 19 കിലോമീറ്ററും, ഇടപ്പള്ളി ഭാഗത്തേക്ക് ലുലു മാളിലേക്കൊക്കെ പോകണമെങ്കിൽ 11 കിലോമീറ്ററും, നമ്മുടെ കാക്കനാട് കളക്ടറേറ്റ് അങ്ങോട്ടേക്ക് എത്തിപ്പെടണമെങ്കിൽ വെറും 10 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇതിന് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്നുള്ളത്, നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാം. ബസ് റൂട്ടാണ്. ബസ് റൂട്ടിൽ നിന്ന് നമ്മൾ നേരെ ഒരു 50 മീറ്റർ നടന്നാൽ നമ്മളുടെ ഈ വീട്ടിലേക്ക് എത്തും. ഇത് കുറച്ച് വില്ലകളാണ്. ഏകദേശം ഒരു 6ഓളം വില്ലകൾ വരുന്നൊരു പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് നിൽക്കുന്നത്. ഇവിടെ നമുക്കൊരു 2 വീടുകളോളം ആണ്, ഇനിയിപ്പോൾ 2-3 വീടുകളാണ് ഇനിയിപ്പോൾ സെയിലിനായിട്ട് ഉള്ളത്. അത്യാവശ്യം ഒരു സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ റോഡിനടുത്ത് നിന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കും ഭയങ്കര തെക്കും തിരക്കൊക്കെ ഉള്ള സ്ഥലമാണെന്ന്. അങ്ങനെയൊന്നുമല്ല. റോഡിൽ നിന്നും 50 മീറ്റർ ഉള്ളെങ്കിൽ പോലും നമുക്ക് റോഡുമായിട്ടുള്ള യാതൊരു ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടുകയില്ല. ഒരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വില്ലകളിലേക്കുള്ള റോഡ്, നമ്മുടെ മെയിൻ റോഡ് ഉണ്ടല്ലോ, നമ്മളുടെ ബസ് റൂട്ട്, ആ ബസ് റൂട്ടിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന സെയിം ടാർ റോഡ് തന്നെയാണ് നമ്മുടെ ഈ വീടുകളിലേക്കും എത്തിപ്പെടുന്നത്. അപ്പൊ ഇവിടെയുള്ള വില്ലകളൊക്കെ നിങ്ങൾ കണ്ടു. അത്യാവശ്യം ഭംഗിയുള്ള എലിവേഷനോട് കൂടി ചെയ്തിരിക്കുന്ന വില്ലകളാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 4 സെന്റ് 4 സെന്റ് ഓഫ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്നുള്ള ആക്സസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. സ്ഥിതി ചെയ്യുന്നത് 4 സെന്റിലാണ്. അപ്പൊ ഈ വീടിനെ നമുക്ക് മതിലിൽ നിന്നൊക്കെ തന്നെ തുടങ്ങാം. നല്ല ഭംഗിയായിട്ടൊരു കോഫി ബ്രൗൺ കളറിലുള്ള ടെക്സ്ചർ വർക്ക് ചെയ്തിട്ട് അതിനൊക്കെ ചില ഗ്രാഫിക്കൽ ഡിസൈനുകൾ വൈറ്റ് കളറിൽ ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ട് തന്നെയാണ് ഇതിന്റെ മതിൽ ചെയ്തിരിക്കുന്നത്. ഗേറ്റിലേക്ക് വരുന്ന സമയത്താണെങ്കിലും നല്ല ലേസർ കട്ട് ഡിസൈൻ ഒക്കെ ചെയ്ത ഗേറ്റ് ആണ്. അത് ഒരു സൈഡ് വന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ സൈഡ് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പാളി ഇങ്ങനെ തുറന്നു വെക്കാവുന്ന രീതിയിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എലിവേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം ഭംഗിയായ കുറച്ച് വർക്കുകളൊക്കെ വരുന്നുണ്ട്. പില്ലറുകളിലൊക്കെ ക്ലാഡിംഗ് സ്റ്റോൺസ് വന്നിട്ടുണ്ട്, ടെക്സ്ചർ വർക്കുകൾ വന്നിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാം റൂഫ് ഒരു ഷേപ്പിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഭംഗിയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പെയിന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവ് ആയ ഒരു മോഡലിൽ തന്നെയാണ് വീടിന്റെ എലിവേഷൻ അവർ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഫ്രണ്ടിലുള്ള ഈ ഒരു പോർഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം കുറച്ച് ഭംഗിയായിട്ട് ഷോ ലൈറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഭംഗിയായിട്ടുള്ള ചെറിയ ചെറിയ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് എലിവേഷൻ അവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കാർ പോർഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പോർഷൻ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങളുടെ വരുന്ന ഒരു ക്ലയന്റിന്റെ അഭിരുചിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനത്തെ കാർ പോർച്ച് വേണം എന്നനുസരിച്ച് നമുക്ക് തീർച്ചയായിട്ടും കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ബിൽഡറിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലുള്ള കാർ പോർച്ചാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ബിൽഡറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഈ കാണുന്ന കാർ പാർക്കിംഗ് ഏരിയയിൽ 2 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. 2 കാറുകൾക്ക് സുഖമായിട്ട് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ ഈ കാണുന്ന ഒരു ഏരിയ എല്ലാം തന്നെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് ഗ്രാസ് ഒക്കെ കൊടുത്തിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ കയറിയിട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നോക്കാം ഇവിടെ പകുതിയോളം തന്നെ ഈ ഒരു സ്റ്റോൺസ് വിരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇതുപോലുള്ള ചെറിയ കല്ലുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം പകുതിയോളം വരെ ഇതുപോലെ തന്നെ സ്റ്റോൺസ് ഒക്കെ വിരിച്ച് ഗ്രാസ് ഒക്കെ വിരിച്ചിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങളിലൊക്കെ ബേബി മെറ്റലാണ് ചെയ്തിരിക്കുന്നത്. നടന്നു പോകുന്ന വഴിയിൽ കിച്ചണിന്റെ ബാക്ക് സൈഡിലായിട്ട് സെപ്പറേറ്റ് ഒരു കേജ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഗ്യാസ് സിലിണ്ടറൊക്കെ വയ്ക്കാനുള്ള സ്പേസ് ആണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ വെള്ളത്തിനുള്ള സോഴ്സ് കാണാം. നല്ല ഒരു കിണർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ നല്ല ഡ്രിങ്കിങ് വാട്ടർ ആണ് നമുക്ക് കിട്ടുന്നത്. കിണർ കഴിഞ്ഞാൽ പിന്നെ ബാക്ക് സൈഡിലേക്ക് വീടിനെ ചുറ്റി നമുക്ക് റൗണ്ട് ചെയ്ത് വരാവുന്ന സ്പേസ് ആണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വെള്ളത്തിന് ഈ ഒരു കിണർ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ KW ആണ് മറ്റൊരു സോഴ്സ് ഉള്ളത്.
ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സിറ്റ് ഔട്ടിന്റെ മുകൾ ഭാഗത്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യത്തിനുള്ള LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു ഏരിയ ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ ഒരു പില്ലർ ആണെങ്കിലും കാണാം ഇതിന്റെ ഹാഫ് ഭാഗത്തോളം നല്ല ഭംഗിയായിട്ടുള്ള കുറച്ച് ബ്രിക്കിന്റെ വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കാണുന്നത്. ഈ കാണുന്ന വീടിന്റെ ദർശനം വരുന്നത് ഈസ്റ്റിലേക്കാണ്, കിഴക്ക് ഭാഗത്തേക്കാണ് ഈ കാണുന്ന വീട് ഫേസ് ചെയ്തിട്ട് ഇരിക്കുന്നത്. മെയിൻ ഡോർ ഇതാണ്. അത്യാവശ്യം കുറച്ച് ഡിസൈനുകളൊക്കെ വരുന്ന ടൈപ്പാണ് ഡോർ വെച്ചിരിക്കുന്നത്. ഒറ്റ പീസിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടുത്തെ ഫ്ലോർ നോക്കിയാൽ കാണാം ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ വരുന്ന ഒരു ടൈലാണ് ഇവിടുത്തെ ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നതിന്റെ ഈ ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് 2 വിൻഡോസ് കാണാം. അതുകൂടാതെ ഈ ഭാഗത്താണ് ബാക്കിയുള്ള 3 വിൻഡോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള സ്പേസ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്കറിയാം കസ്റ്റം മെയ്ഡ് ആണ്. നമുക്കിതെല്ലാം എടുത്ത് മാറ്റി എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിത് ഇവിടെ വേണ്ട ഈ ഭാഗത്തേക്ക് മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം തന്നെ നമുക്ക് റിമൂവബിൾ ആണ്, എവിടേക്ക് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇവരുടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു TV യൂണിറ്റ് ഈ ഭാഗത്തായിട്ടാണ്. താഴെ എല്ലാം തന്നെ ഡ്രോസ് കൊടുത്തിട്ടുണ്ട്. നല്ല വുഡൻ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ടൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്ലൂ കളർ ഷെയ്ഡ് വരുന്ന ലൈറ്റ് ഒക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളുമാണ് ഇതിന്റെ റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഈ ലിവിംഗ് സ്പേസ് ഒക്കെ അത്യാവശ്യം നമുക്ക് നല്ല ലെങ്ത് ആയിട്ടുള്ള സ്പേസ് ആണ്, ഒട്ടും കൺജസ്റ്റഡ് അല്ലാതെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിംഗ് ഏരിയ ഒക്കെ ഇവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നിട്ട് നമുക്ക് സ്റ്റെയർ കേസ് കടന്ന് മുകളിലേക്ക് പോകാം. അതിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിലുള്ള ഫിനിഷോട് കൂടിയിട്ടാണ് അവർ കബോർഡുകളെല്ലാം ചെയ്തത്, ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ആ ഭാഗമാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലാണ്. ഏകദേശം ഒരു 8 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നല്ല വിഡ്ത്തും ലെങ്ത്തും ഉള്ള ഒരു ഏരിയ ആണ് നമുക്ക് ഇവിടെ ഡൈനിങ് സ്പേസിനായിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 4 വിൻഡോകൾ കൊടുത്തുകൊണ്ടാണ് ഇവിടുത്തെ എയർ സർക്കുലേഷൻ ഒക്കെ പോസിബിൾ ആക്കിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ വരുന്നത്. അത് അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ളൊരു സീറ്റിങ്ങോട് കൂടിയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നല്ല ഡിസൈനുള്ള ടൈലുകളൊക്കെ കൊടുത്ത് മിറർ ഫെസിലിറ്റിയോട് കൂടിയിട്ടാണ് വാഷ് ബേസിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു പോർഷൻ മാത്രമാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് ഇവിടെ നിന്നാൽ വിസിബിൾ ആണ്. ഇവർ കവർ ചെയ്തിരിക്കുന്ന ഇത്രയും ഒരു ഭാഗത്തെ ടോപ്പ് വന്നിട്ടാണെങ്കിലും അത്യാവശ്യം നല്ല ഭംഗിയിലുള്ള റൂഫിങ്ങുകളൊക്കെ ചെയ്തിട്ടാണ് LED ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ ഒക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ലെങ്ത് ആയിട്ട് തന്നെയാണ്. ഡൈനിങ് ഹാളിൽ ലിവിംഗ് സ്പേസ് ഒക്കെ ശരിക്കും വലുത് വേണമെന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളുടെ അടുത്ത് വിളിക്കുമ്പോൾ ഒപ്പീനിയൻ പറയാറുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തീർച്ചയായും പറ്റിയ ഒരു വീട് തന്നെയാണിത്. അപ്പോൾ ഈ വീട്ടിൽ ഞാൻ പറഞ്ഞു 4 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. താഴെ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. നമുക്ക് കിച്ചൺ തന്നെ ആദ്യം കാണാം. കിച്ചൺ വന്നിട്ട് ഓപ്പൺ കിച്ചൺ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ എൻട്രൻസിലൊക്കെ അത്യാവശ്യം നല്ല വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഹാങ് ചെയ്തിട്ടുള്ള 3 ഭംഗിയുള്ള ഷോലൈറ്റ് അവരവിടെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനിടയിലൊക്കെ തന്നെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാം താഴത്തെ ഫ്ലോർ വന്നിട്ടാണെങ്കിൽ ഒരു വുഡൻ കളറുള്ള ഒരു ഫ്ലോർ ആണ് അവരിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിനകത്ത് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് പൊതുവെ സറൗണ്ടിങ്സിലെല്ലാം വരുന്നത്. കബോർഡ്സ് ഒക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രേ കളറുണ്ട്, ലൈറ്റ് ഗ്രേ കളറുണ്ട്, വൈറ്റ് ഉണ്ട്. ഈ 3 കോമ്പിനേഷനോട് കൂടിയിട്ടുള്ള കിച്ചൺ ക്യാബിനറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവർ ചിമ്മിണി കൊടുത്തിരിക്കുന്നത്. അതിന്റെ ബാക്ക് സൈഡ് തന്നെ ആയിട്ടാണ് 3 വിൻഡോസും വരുന്നത്. ഇതിന്റെ റൂഫിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം അത്യാവശ്യത്തിനുള്ള കുറച്ചൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ കിച്ചണിലായതുകൊണ്ട് കൊടുത്തിട്ടില്ല. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ വർക്ക് ഏരിയ തൽക്കാലം ചെയ്തിട്ടില്ല. നമുക്ക് അതും കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള മോഡൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ബിൽഡറുടെ അടുത്ത് സംസാരിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വർക്ക് ഏരിയ ചെയ്യാം, വേണ്ട എങ്കിൽ ഈ സ്പേസ് ഇങ്ങനെ തന്നെ നമുക്ക് വേക്കൻ്റ് ആയിട്ട് ഇടുകയും ചെയ്യാം. അപ്പൊ നമ്മൾ അങ്ങനെ ഈ വീടിന്റെ താഴത്തെ ഫ്ലോറിൽ നേരെ കയറി വന്ന സമയത്ത് ഗസ്റ്റ് ലിവിംഗ് ഏരിയ കണ്ടു, വലിയൊരു ഡൈനിങ് ഏരിയ കണ്ടു, കിച്ചൺ കണ്ടു. ഞാൻ പറഞ്ഞിരുന്നു ഈ വീടിന് 4 ബെഡ്റൂമുകളാണ് ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകൾ താഴെ നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്തടുത്തായിട്ട് ഇങ്ങനെയാണ് 2 ബെഡ്റൂമുകൾ വരുന്നത്. ഈ ഒരു ബെഡ്റൂം തന്നെ നമുക്ക് ആദ്യം നോക്കാം. ഇതുപോലൊരു ഡിസൈനിലാണ് ബെഡ്റൂമിന്റെ ഡോറ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഒരുപാടൊന്നും വലുതല്ലെങ്കിൽ പോലും അത്യാവശ്യത്തിനുള്ള സ്പേസ്, നമുക്കൊരു ഡബിൾ കോട്ട് കട്ടിലൊക്കെ ഇടാൻ പറ്റിയ സ്പേസ് ആണ് ഈ ഒരു റൂമിൽ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയായ ഒരു മോഡലിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലൊക്കെ ആയിട്ടാണ് ഈ ഒരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം അത്യാവശ്യത്തിന് ഭംഗിയുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ട് ഒരു ബ്ലൂയിഷ് കളറിലുള്ള ലൈറ്റ് വരുന്നുണ്ട്. അത് കൂടാതെ നല്ല വൈറ്റ് കളറുള്ള LED ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒരു ഓഫ് വൈറ്റ് കളറുള്ളതും കുറച്ച് ഡിസൈൻ ഒക്കെ ആയിട്ടുള്ളൊരു ടൈലുകളൊക്കെയാണ് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. അത്യാവശ്യത്തിന് നല്ല വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നല്ല ലെങ്ത്തും വിഡ്ത്തും കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം അവർ ചെയ്തിരിക്കുന്നത്. അവിടേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ ഭാഗത്ത് നമുക്ക് 3 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ നേരത്തെ കണ്ട റൂമിലെ പോലെ തന്നെയുള്ള സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന സെയിം വാർഡ്രോബ് ഫെസിലിറ്റി തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ അതിനോട് അറ്റാച്ച് ചെയ്ത് ഈ ഭാഗത്തായിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. റൂഫിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും ഒരു ലൈറ്റ് ക്രീം കളർ ആൻഡ് ഒരു വൈറ്റ് കോമ്പിനേഷനിൽ കുറച്ച് ഡിസൈനുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ചെറിയ ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഒരു ബ്ലൂ ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈലുകളൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീടിന്റെ താഴത്തെ ഫ്ലോറിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. നമ്മൾ വീണ്ടും ഇവിടെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡൈനിങ് സ്പേസിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം മുകളിലേക്ക് പോകാനുള്ള ഈ ഒരു സ്റ്റെപ്പൊക്കെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റെപ്പ് നോക്കിയാൽ നമുക്ക് കാണാം ചെറിയൊരു ബ്ലാക്ക് ആൻഡ് റെഡിഷ് കളറിലുള്ള ഒരു ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിലെല്ലാം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കടന്നു പോകുന്ന ഈ വഴികളിലെല്ലാം തന്നെ ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. ഇതുപോലെ സേഫ് ആയിട്ട് ബാറുകളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാം നമ്മൾ കയറി പോകുന്ന ഈ ഒരു വോളിന്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോസും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മുകളിലൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ സ്റ്റെപ്പ് കയറി ഇപ്പം മുകളിലേക്ക് വന്ന് നിൽക്കുകയാണ്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ നേരെ തന്നെ നമ്മളെ ഫേസ് ചെയ്തുകൊണ്ട് 2 വിൻഡോസ് അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമ്മൾ കാണാം. അവിടെ നിന്ന് നമ്മൾ ടേൺ ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള സ്പേസ് എന്ന് പറയുന്നത്. ഒരു ഹാളാണ്, ഏകദേശം ഒരു L ഷേപ്പിലെ ഹാൾ ഇങ്ങനെ അങ്ങ് ലെങ്ത് ആയിട്ട് കിടക്കുകയാണ്. മുകളിലേക്കൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം ഒരുപാട് വർക്കുകളൊക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ ഞാൻ നിൽക്കുന്നതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് 2 ബെഡ്റൂമുകൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂം നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഇതിന് തൊട്ടടുത്തൊരു ഡോർ നിങ്ങൾക്ക് കാണാം. ആ ഡോർ തന്നെ നമുക്ക് ആദ്യം ഫസ്റ്റ് കാണുന്നതുകൊണ്ട് ഓപ്പൺ ചെയ്യാം. ഇത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയയിലേക്കുള്ള ഡോറാണ്. യൂട്ടിലിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഫ്ലോർ വന്നിട്ട് കുറച്ചൊരു ഡിസൈൻ ഒക്കെ ഉള്ളൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ട് തന്നെ ഗ്രില്ലൊക്കെ ഇട്ട് കവർ ചെയ്ത് മുകൾ ഭാഗത്താണെങ്കിലും റൂഫിംഗ് ഒക്കെ ചെയ്തിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് ഭംഗിയാക്കിയിരിക്കുന്നത്. അവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള ബാക്കിയുള്ള ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് എടുത്തു പറയേണ്ടത് ഈ ഒരു ബെഡ്റൂമാണ് ഈ ഒരു വീടിന്റെ ഹൈലൈറ്റ്. വളരെ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഈ ഒരു റൂമിൽ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വിഡ്ത്ത് ആണെങ്കിലും ലെങ്ത് ആണെങ്കിലും നമുക്കൊരു ഫാമിലി കോട്ട് ഇട്ടാൽ പോലും വീണ്ടും കുറച്ച് സ്പേസും കൂടെ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു വലിയ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. എൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാം വിൻഡോസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. താഴെയൊക്കെ നമ്മൾ സ്ലൈഡ് ചെയ്യുന്ന വാർഡ്രോബുകളാണ് കണ്ടത്. ഇവിടെ റൂമിന് വലിപ്പം ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് ഓപ്പൺ ചെയ്യാവുന്ന വാർഡ്രോബുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ റൂഫിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം വൈറ്റ് കളറാണ് റൂഫ് മെയിനായിട്ട് വരുന്നത്. അതിന്റെ ബോർഡറിലെല്ലാം തന്നെ ബ്ലൂ കളറിലുള്ള കുറച്ച് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഭംഗിയായിട്ട് അതിനിടയിലെല്ലാം ആവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സ്പേസ് വരുന്നുണ്ട്. ആ ഒരു സ്പേസിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം അവിടെയാണ് ഡ്രസ്സിംഗ് ടേബിൾ അവർ ചെയ്തിരിക്കുന്നത്. മിററോട് കൂടിയിട്ട് കുറച്ച് ഡ്രോസ് ഒക്കെ ആയിട്ടാണ് അവിടെ ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അതാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഒരു ഗ്രേ കളറൊക്കെയാണ് നമുക്ക് വോളിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ടൈലിന് കളർ വരുന്നത്. അപ്പൊ ഈ ഒരു വലിയ ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു ഹാളിലേക്കാണ് വരുന്നത്. ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് ആ ബെഡ്റൂമിനെ ജസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത്.
ഈ ഒരു ബെഡ്റൂം ആണെങ്കിലും വലുപ്പത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല, നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഭാഗത്ത് 2 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ചെയ്തിട്ടാണ് ഇവിടെ ഓപ്പണിങ്സ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് തന്നെ നമുക്ക് പുറത്തേക്ക് തുറക്കാവുന്ന രീതിയിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള വാർഡ്രോബ്സ് ആണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ സെയിം ഡിസൈൻ തന്നെയാണ് റൂഫിൽ. ആ കളറിന് മാത്രം ബോർഡർ ഷെയ്ഡുകൾക്ക് മാത്രമാണ് കുറച്ച് ചേഞ്ച്, ഒരു പിങ്ക് കളറിലെ ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ റൂമിൽ കണ്ടതുപോലെ തന്നെ ഈ ഭാഗത്താണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മിററോട് കൂടിയിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി ഇവിടെ കാണാവുന്നതാണ്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഒരു ഓഫ് വൈറ്റ് ആൻഡ് ഒരു ചെറിയ ബ്ലാക്ക് കളറിലുള്ള ഡിസൈനൊക്കെയാണ്, ഒരു ഫ്ലോറൽ ഡിസൈനൊക്കെയാണ് ഈ ഒരു ബാത്റൂമിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട്ടിലെ അങ്ങനെ 4 ബെഡ്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു, യൂട്ടിലിറ്റി സ്പേസ് കണ്ടു കഴിഞ്ഞു, എല്ലാം തന്നെ കണ്ടു. നമുക്കിനി ഇവിടുത്തെ ലാസ്റ്റ് ആയിട്ട് കാണാനുള്ളത് ബാൽക്കണി സ്പേസ് ആണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയൊരു പാസേജിലൂടെ നമ്മൾ കടന്നിട്ടാണ് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്ക് വരുന്നത്. കുറച്ച് ഒരു പൊടിക്കൽ വലുപ്പം കുറച്ചിട്ടാണ് ഇവർ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബാൽക്കണി ഒരു 2-3 ചെയറുകളിട്ട് ഇരിക്കാനുള്ള ഒരു ആവശ്യം മാത്രമാണ് ബാൽക്കണിക്ക് വരുന്നത്. അപ്പൊ അതിന് ആപ്റ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യത്തിന് ഭംഗിയായിട്ടുള്ള കുറച്ച് വർക്കുകളും ഡിസൈനും ഒക്കെ ചെയ്തിട്ടാണ് അതിന്റെ റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചുറ്റിനുമുള്ള വില്ലകളൊക്കെ കുറച്ചും കൂടെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ജസ്റ്റ് ഒരു ബസ് ഇപ്പം പാസ് ചെയ്ത് പോയതേ ഉള്ളൂ. ബിക്കോസ് ഇവിടെ നിന്ന് വളരെ അടുത്ത്, ഞാൻ പറഞ്ഞു 50 മീറ്റർ നമുക്ക് നടന്നു കഴിഞ്ഞാൽ ബസ് റൂട്ടിലേക്ക് എത്താവുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെ ഫെസിലിറ്റികൾ അടുത്തുള്ള സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇൻഫോ പാർക്ക് കാക്കനാട് ഭാഗങ്ങളിലേക്കൊക്കെ വെറും 10 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. ഇടപ്പള്ളി ലുലു മാളിലേക്കൊക്കെ 11 കിലോമീറ്ററുമാണ്. നമുക്ക് ഇതിന്റെ താഴെ കാണുന്ന വലിയ കാർ പോർച്ചിൽ 2 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞു 4 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4 സെന്റ് ഓഫ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 1950 ആണ്. 1950 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇത്ര മനോഹരമായ ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില 68 lakhs ആണ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. 68 ലക്ഷം എന്നുള്ള ഇതിന്റെ വില ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പൊ ഈ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന 2 നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിൽ വിളിച്ചോളൂ. നിങ്ങളെ വീട് കാണിക്കാനോ ബാക്കിയുള്ള സഹായത്തിനെല്ലാം തന്നെ ഞങ്ങൾ തീർച്ചയായിട്ടും കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.